കണ്ടോ? നമ്മുടെ ഷമാമാണെന്ന് തോന്നുന്നു. ഷമാം തന്നെ. കണ്ടോ? ഇതിന് കളറ് മാറി വരുമെന്ന് തോന്നുന്നു. എനിക്ക് നേരത്തെ ഒരിക്കൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അപ്പം ഇത്രയും വലുതായിട്ടില്ല. ഇത് പിന്നെ അത്യാവശ്യം വലിപ്പം വെച്ചിട്ടുണ്ട്. നോക്കാം എങ്ങനെയാണെന്ന്. ഒരു കായേ ഉള്ളൂ കേട്ടോ. ഇതേതോ വിത്തിൽ കൂടെ വന്നതാണ്. നിറയെ പൂക്കുന്നുണ്ട്. കണ്ടോ? പൂ നിറയുണ്ട്. നമ്മുടെ ചെറുധാന്യങ്ങൾ വെച്ച ഈ മണിച്ചോളം ഇതൊക്കെ ഇങ്ങനെ ആകുന്നുണ്ട്. ഇനി മഴയായതുകൊണ്ടാണോ ഇതെങ്ങനെയാണ് എന്ന് എനിക്കറിയില്ല. ഞാനിതുവരെയും വെച്ചിട്ടില്ല. ഇനി ആരോടെങ്കിലും ചോദിക്കണം. ഇതുണ്ടോ? ഇതുണ്ടോ? ഇങ്ങനെയൊക്കെ ആയി വരുന്നുണ്ട്. മഴയത്തും പയറൊക്കെ ഇങ്ങനെ കായ്ച്ചു വരുന്നുണ്ട്. ഇത് നെറ്റ് കഴിഞ്ഞു പോയി എന്നൊരു നമ്മുടെ മരം മുറിച്ചപ്പം നെറ്റ് കെട്ടിയിരുന്നതൊക്കെ ചാഞ്ഞു പോയി. എന്നാലും അത്യാവശ്യം കായ്ച്ചിട്ടുണ്ട്. മഴയത്താണെങ്കിലും നമുക്ക് അത്യാവശ്യം കായകളൊക്കെ കിട്ടുന്നുണ്ട്. ഇതൊക്കെ ഞാൻ നേരത്തെ ഇപ്പോൾ പറിച്ചു വെച്ചതാണ്. ഇതൊക്കെയുണ്ട്. വഴുതനയുണ്ട്, പയറുണ്ട്. അടുത്ത് നമുക്ക് ഒരു കത്തിരി ഉണ്ടോ നോക്കാം. ഇത് ഇവിടെ ഒരാളിരിക്കുന്നുണ്ടോ? ഇതുണ്ടോ നമ്മുടെ കത്തിരിക്ക? എങ്ങനെയുണ്ട്? ബജ്ജി ഉണ്ടാക്കാൻ സൂപ്പറാണ്. ഇവിടെ ഉണ്ട് ഒരാൾ. ഇവിടെ ഇതിൻ്റെ ഇടയിലുണ്ട്. ഇനിയും പൂവൊക്കെ വരുന്നുണ്ട്. ഇത് ഒന്നെന്തായാലും വിത്തിന് വിട്ടേക്കണം. ഒന്നിനെ പറിച്ചെടുക്കാം. ഒന്ന് ആരൊക്കെ വിത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതിന് വിട്ടേക്കാം. ഒരു കയ്യിൽ മൊബൈലിരിപ്പുണ്ടേ, അതാണ്. ഇതിവിടെ നിൽക്കട്ടെ. വെണ്ടയ്ക്ക ഇതിൽ നിന്നാണ് ഞാനിപ്പോൾ പറിച്ചത്. നല്ല മഴയാണ്. അതിൻ്റെ ഇടയ്ക്ക് ഒരു 5 മിനിറ്റ് തോർന്നപ്പോൾ ഞാൻ ഒന്ന് നോക്കാൻ വന്നത്. ഇത് കണ്ടോ? എൻ്റെ ഒരു സുന്ദരി ചീര നിൽക്കുന്നുണ്ടോ? ഇത് ഒറ്റ മൂടാണ്. ഒരു മൂടാണ്. ഉണ്ടോ? അതെടുക്കാൻ തോന്നുന്നില്ല. അത്ര സുന്ദരിയായിട്ട് നിൽപ്പുണ്ട്. ഈ കുറ്റിപ്പയർ ഇത് ഒരിടത്തും പടത്തി കൊടുത്തില്ല. വെറുതെ ഗ്രോ ബാഗിലെടുത്ത് ഇവിടെ വച്ചേക്കുക. പക്ഷെ അത് അവിടെ നിന്ന് കായ്ക്കുന്നുണ്ട്. നമ്മുടെ അമരയ്ക്ക കുറച്ചുകൂടെ ഒന്ന് ഇനിയുള്ളതൊക്കെ വിത്തിന് വിടാമെന്ന് വിചാരിക്കുക. ഇവിടെ കുറേ വിത്ത് കണ്ടോ? ഉണങ്ങി നിൽക്കുന്നുണ്ടോ? ഇപ്പം ഞാൻ കുറേ എടുത്ത് ഇവിടെ ഇരുന്ന ചട്ടികളിലെല്ലാത്തിലും ഇട്ടു. അങ്ങനെ ഇട്ടു. കിളിർക്കുന്നത് നോക്കാൻ നിർത്തു. ഇനിയുണ്ട്. ഇതിനകത്തൊക്കെ വിത്തുണ്ട്. നല്ല വിത്താണ്. എനിക്കൊന്ന് മഴ സമയമായതുകൊണ്ട് പെട്ടെന്ന് കിളിർത്ത് വരുമെന്ന് വിചാരിക്കുന്നു. നോക്കാം. ഇപ്പോൾ കുറേ ഇട്ടിട്ടുണ്ട്. ഇതിനിപ്പോൾ ഒന്നിനകത്തിടാം, ഒരു പാത്രത്തിൽ. ഇത് മറ്റേത് കുറേ ഞാനിപ്പോൾ കുറച്ച് തക്കാളിയൊക്കെ വച്ചിരിക്കുന്നതിനകത്തോട്ടാണ് ഇട്ട് കൊടുത്തത്. കിളിർക്കുന്നതിന് നമുക്കത് പറിച്ച് മാറ്റാമല്ലോ. ഇനി താഴെയും കുറച്ച് പയറുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ രാവിലെ എടുത്തു. താഴെയാകുമ്പോൾ പെട്ടെന്ന് മഴ തോരുമ്പോൾ ഓടിപ്പോവും. ടെറസിൻ്റെ മുകളിലാകുമ്പം അങ്ങനെ അധികം വരാറില്ല. 2-3 ദിവസമായി ഞാനിപ്പോൾ മുകളിൽ കയറിയിട്ട്. ഇന്നിപ്പം ഒന്ന് ഓടി വന്നതാണ്. മഴ പെയ്യുന്നുണ്ട്. ഞാനങ്ങനെ ഒരു തൊപ്പിയൊക്കെ വെച്ചിട്ട് ഓടി വന്നതാണ് നോക്കാനായിട്ട്. എന്നാലും മഴ സമയമായാലും നമുക്ക് അത്യാവശ്യം കറി വയ്ക്കാനൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു സാമ്പാറിനും അവിയലിനൊക്കെ കുറച്ച് കത്തിരിക്ക, വഴുതന, വെണ്ടയ്ക്ക, അമരയ്ക്ക അങ്ങനെയൊക്കെ കിട്ടുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് മതി, ധാരാളം. കുറച്ചും കൂടെ നന്നായിട്ടൊക്കെ ചെയ്യണം. നോക്കട്ടെ, അടുത്ത ഓണക്കൃഷിയാകട്ടെ.